അപ്പോൾ മക്കളെ മാഞ്ഞാളം മീഡിയയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വന്ന സ്ഥിതിക്ക് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി, ഞാൻ മറന്നു പോകണ്ട. ഇനി നമ്മൾ പുതിയൊരു സൈറ്റിൽ വന്നിരിക്കണം. അപ്പോൾ ഈ മുത്താണ് ഈ മുന്നിൽ ഇവരാണ് ഇവിടുത്തെ മൊയിലാളി, കൊച്ചു മൊയിലാളി. നമ്മളെ മുത്തുപണി നമ്മളെ സൈറ്റിത്തെ മൊയിലാളിയാണ്. കണ്ടില്ല നിങ്ങള്? ആള് സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് പണികളൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിട്ട് വന്നതാണ്. അതിന്റെ പേരെന്താ? നിജിൻ. ഒരു ലൈക്ക് കൊടുത്താ, ഒരു ലൈക്ക് കൊടുത്താ കൊടുക്കൂലേ? ലൈക്ക് കൊടുക്കൂലേ? ഒന്ന് കൊടുക്കേ, കൈ കൊണ്ടേ, കൈ കൊണ്ട് ഇങ്ങനെ കൊടുക്കേ. ഈ യൂട്യൂബില് വരും, യൂട്യൂബില് വരും, യൂട്യൂബില് വരുന്ന്. ആ ഇതാണ് നമ്മളെ മുത്തുപണിയില്ലേ, വേറെ ലെവലാണ്. അച്ഛക്കെന്താ പണി? അപ്പൊ മാറിയില്ലേ? ആദ്യം വാട്ടർ തൊട്ടിന്നെ പറഞ്ഞത്, വാട്ടർ അതോറിറ്റി എന്ന് പറയാൻ വേണ്ടിട്ട് വാട്ടർ തൊട്ടിന്ന് പറഞ്ഞത്. ഇപ്പൊ ആള് ഉഷാറായി. നമ്മള് ഒരു 2-3 കൊല്ലത്തെ ബന്ധമുണ്ട് ഓന്റെ അച്ഛനായിട്ട്. അപ്പൊ അന്നപ്പോ വാട്ടർ തൊട്ടിന്നെ പറഞ്ഞിരുന്നു, ഇപ്പൊ വാട്ടർ അതോറിറ്റി അല്ലേ, വാട്ടർ അതോറിറ്റി. ശരി, അപ്പൊ ശരി, ഓക്കെ. കണ്ടങ്ങള് ചെക്കന്റെ മുഖം പാവാണ്. ഇന്ന് എനിക്ക് സ്കൂളിൽ പോകാൻ നല്ല ഫീലിംഗ് ഇല്ലടാ. ഇത്ര ദിവസം സ്കൂളില്ലാത്തതുകൊണ്ടേ. എന്നാലും നമുക്ക് സങ്കടം ഉണ്ട്. വയനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, അതിൽ സങ്കടമല്ല എനിക്ക്. അപ്പൊ അതുകൊണ്ടല്ലേ സ്കൂളിലായിരുന്നു. ഇന്നിപ്പോ എനിക്ക് മെയിൻ ആയിട്ട് സ്കൂളിൽ പോകാന് താല്പര്യമില്ലാത്തത് ഞങ്ങൾ ഇവിടെ വന്നോണ്ടല്ലേ. താല്പര്യമുണ്ട്, കുട്ടികളെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാണ്. ഇന്ന് ഓന് താല്പര്യമൊന്നുമില്ല. ഇന്ന് ഇവിടെ JC കാണുന്ന ഒരു സുഖമല്ലേ പോവാനില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. എന്നാലും അങ്ങനെ ഞങ്ങൾ പഠിച്ച് വരുവോളം ഉണ്ടാവും കേട്ടോ. ഇവിടെ കുറെ പണിയുണ്ട്, അപ്പൊ ഇജ്ജ് പേടിച്ചൊന്നും വേണ്ട. എത്ര മണിക്ക് സ്കൂൾ ഇടുക? 3:30. ആയിക്കോട്ടെ. അപ്പൊ 3:30 എന്താ ഞങ്ങളിവിടെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിവിടെ ഉണ്ടാവും. അപ്പൊ ഇത് വന്നിട്ട് എന്തായാലും അതിന്റെ മുന്നേ ഒരു അരമണിക്കൂർ ടൈം ഉണ്ടല്ലോ സ്കൂളിൽ പോകാനല്ലേ. ഇതോൻ്റെ അനിയനാട്ടില്ലേ, ആള് ഉഷാറാണ്. ഞങ്ങൾ ഫസ്റ്റ് ഇവിടേക്ക് വർക്കിന് വരുമ്പോൾ മറ്റവന് ഇത്ര പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വർക്ക് ഇപ്പോൾ ഏകദേശം ഒരു 12-മുക്കാലും ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുഴിയായിരുന്നു ഈ സൈഡിലൊക്കെ. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തിട്ട് കരിങ്കല്ല് ഈ സൈഡിലൊക്കെ അവിടെ കിട്ടുന്നു. അപ്പോൾ ഇനി ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇവിടെ ബാത്റൂമിലൊരു കുഴി എടുക്കണം. പിന്നെ അങ്ങനെ വന്നിട്ട് ഇതൊക്കെ ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് വന്നുകൊണ്ട് നിരത്തിയതാണ്. അപ്പോൾ ആ സൈഡിൽ കല്ലുണ്ടായതുകൊണ്ട് അവിടെ വർക്ക് തീർക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഫൗണ്ടേഷൻ എടുക്കണം. അപ്പോൾ ഇനി മുറ്റം കെട്ടാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ ഫൗണ്ടേഷൻ എടുത്ത് പോയിക്കണം. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഈ ബൗണ്ടറിൻ്റെ ഉള്ളിൽ മുറ്റം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇതാക്കിയിട്ട് ഈ സൈഡിൽ കൂടി ഇങ്ങനെ വന്ന് നിൽക്കണം. ഇവിടെ ബാക്കിയുള്ള സ്ഥലം അങ്ങനെ തൊടിയിട്ട് കിടക്കാന്നില്ല, ഫുള്ള് നമ്മൾ മുറ്റാക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഇത് അടിച്ചു വരണ്ടേ. അപ്പോൾ ഇതൊക്കെ അതാണ് ഏട്ടം, ഒരച്ഛനാണത്. ഏകദേശം ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയി. ഇവിടെ ഈ വീടിലെ കല്ലൊക്കെ ഇവിടെ തന്നെയാണ് എടുത്തത്. ആളെ ഭയങ്കര തലേന്ന് ആൾക്ക് കല്ല് പുഴക്കാൻ കല്ലൊക്കെ കൊടുന്നതിന് കാറിലായിരുന്നു, നമ്മളെ പഴയ 800-ലെ അതിൽ നിന്ന് കല്ലൊക്കെ കളത്തുനിന്ന് കയറ്റി കൊടുത്തിരുന്നു. അപ്പോൾ ഈ JCB ക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ കല്ല് പുഴക്കൽ ആളെ കല്ല് മെഷീൻ അടിക്കാനറിയാം. ആള് ഫസ്റ്റ് KSRTCയിലൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ്, KSRTCയിലെ മെക്കാനിക്കായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇവിടെ അങ്ങനെ കുഴി, ഇപ്പോൾ വാട്ടർ അതോറിറ്റിൻ്റെ വർക്കാണ്. ഇപ്പോൾ സംഭവം ബാത്റൂമിൻ്റെ കുഴിയാണ് ഇപ്പോൾ എടുക്കുന്നത്. അത് റൗണ്ടിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ടാവുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞ സ്പേസ് ഉള്ളതുണ്ടെങ്കിൽ റൗണ്ടിൽ എടുക്കാൻ പ്രയാസമാവും. ഇപ്പോൾ 2 സൈഡിൽ നിന്ന് എടുക്കാൻ കഴിയുകൊണ്ട് പരമാവധി നമുക്ക് റൗണ്ടിൽ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ആൾ കഴിയണ രീതിയിൽ ചെയ്താൽ മതി എന്നുള്ളൊരു ഇതുകൊണ്ട് അങ്ങനെയാണ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഈ സൈഡിലേക്ക് കുറച്ച് കല്ല് വെട്ടാത്ത സ്ഥലമായതുകൊണ്ട് ഈ സൈഡിൽ ഒരു 4-5 അടി താന്നു കഴിഞ്ഞാൽ പാറ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിങ്ങനെ പാറ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് താഴത്തേക്ക് പിന്നെ ചെറിയ റൗണ്ടാക്കിയിട്ട് കുത്തി കഴിഞ്ഞാൽ ബാക്കി കരിങ്കല്ല് കൊണ്ട് കെട്ടി പൊക്കാന്നുള്ളൊരു പ്ലാനാണ്. അതൊക്കെ മൂപ്പര് ഒരു ഐഡിയ ആണ്. പിന്നെ നമ്മൾ പൊതുവേ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ മൂപ്പര് റൗണ്ടിലാവുമ്പോൾ കല്ലിന് ഒരുപാട് ലാഭം കിട്ടും എന്നുള്ളത് പറയുന്നുണ്ട്. ഈ വീടിന് വേണ്ട കല്ല് മൊത്തം വെട്ടൽ മൊത്തം അടിപൊളി കല്ലാണ്. കണ്ടില്ല നിങ്ങൾ? ഒരു 4-5 അടി താന്നപ്പോൾ വെട്ടുപാറ, നല്ല ടെമ്പറുള്ള പാറയാണ്. അപ്പോൾ അതിന് റൗണ്ട് ചെയ്ത് കണ്ട് എടുക്കണം പരമാവധി. വെട്ടുപാറ ആവുകൊണ്ട് അടിയില്ലാത്ത ആ റൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്.
എങ്കിലും പരമാവധി അവിടെ വേറെ ഇനി കെട്ടും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് വലിയൊരു വൃത്തിയിൽ ചെയ്യേണ്ടെന്നുള്ള ലെവലിലാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ കൂടുതൽ സമയം കളഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എടുക്കുന്ന പണി പെട്ടെന്ന് തീർക്കുക. നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ വർക്ക് വരാത്ത രീതിയിലൊരു പണി നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഏകദേശം തീരാനായിട്ട് ഇനിയൊരു വേസ്റ്റ് കുഴി കൂടി ആവശ്യമുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷം അത് സ്ക്വയറിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തീരാതെ കൂടുതൽ താഴ്ചേൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ സിങ്കിൽ നിന്ന് വെള്ളം പോകാനുള്ള ഒരു സെറ്റപ്പ് മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കുഴിയും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ കണ്ടങ്ങൾ സംഭവം 2 കുഴി ഇപ്പോൾ ഏകദേശം അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോക്കണം ആ പാറ വരെ എത്തിയപ്പോൾ നിർത്തി, അത് അത്ര മതി എന്ന് പറഞ്ഞു. അത് കൂടുതൽ വെള്ളം അതിൽ സ്റ്റോർ ആവില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ചുറ്റും മണ്ണ് തൂർത്തതല്ല, അപ്പോൾ അങ്ങനെ വൈക്കൊന്നില്ല ലെവലിലേക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കണം ബാക്കി ഏകദേശം വർക്കുകളൊക്കെ ഫിനിഷിംഗ് വർക്കൊക്കെ ഏകദേശം തീരാറായി. ഇനി ആ സൈഡിൽ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടുണ്ട്, അതും കൂടി വലിച്ച് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയി. കുഴിയൊക്കെ കണ്ടില്ല നിങ്ങൾ അടിയിൽ സൈഡ് വൃത്തിയാക്കാത്ത കാരണം അതാണ്, എന്താ വെച്ചാൽ കെട്ടണില്ലത് മുകളിലാണ്, അവിടെ നിന്ന് കെട്ടി പൊക്കും. അപ്പോൾ ബാക്കി ക്ലിയർ ചെയ്തിട്ടില്ല. എന്തായാലും ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മളിങ്ങനെ വരും, നമ്മുടെ സൈറ്റിൽ ഓരോ സൈറ്റ് എങ്ങനെ ഫസ്റ്റ് വരുന്നത്, അത് വർക്ക് തീർന്നതിന് ശേഷം എങ്ങനെ വരുന്നതെന്നൊക്കെ. ഇവിടെ ഒരു 10-15 മിനിറ്റ് പണി കൂടി ഉള്ളൂ. അപ്പോൾ ആ സൈഡിൽ കാണുന്ന തെങ്ങുണ്ടല്ലോ, ആ തെങ്ങ് അവിടുന്ന് പറിച്ച് കുഴിച്ചിട്ടാണ്. അപ്പോൾ ആ കുഴിച്ചിട്ട് അവിടെ കുറച്ച് ക്ലിയർ ചെയ്യാണ്ട്, അപ്പോൾ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു 3-4 ആൾക്കാരെ കൂടി ഇനി പരിചയപ്പെടുത്താണ്ട്, അപ്പോൾ ഒരു കൂടി പരിചയപ്പെടുത്തി നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒരു പട്ടി പ്രസവിച്ചെടുക്കണം ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾക്ക് ഇനിയും കുടിക്കാൻ സമയമുണ്ടല്ലോ പോലെ അതിന് ഫുഡൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇവിടെ നിർത്തിക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ ബൈ.